നമ്മള് ചിലപ്പോ എംപ്ലോയീസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോ അവരൊക്കെ ഭയങ്കര യങ് ആയിരിക്കും. പക്ഷെ ഈ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഭയങ്കര ഓൾഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ പല കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ഇവര് പറയുന്ന സംസാര രീതി, ഇവരുടെ പെരുമാറ്റങ്ങളോ ഒന്നും അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഈ ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞ പോലെ പഴയ അമ്മാവൻ വസന്തങ്ങൾ, അപ്പുറത്തുള്ള വൈബൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പലപ്പോഴും എംപ്ലോയീസിന്റെ കൾച്ചർ സെറ്റ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് വരാറുണ്ട് അല്ലെ. നമുക്ക് എംപ്ലോയീസ് അങ്ങനെ ഇരിക്കാൻ പാടില്ല, അവരിങ്ങനെ ഇരിക്കാൻ പാടില്ല. അതെ അതെ അതെ. ഒരിടത്തൊക്കെ ചെന്ന സമയത്ത് ഇവിടെ സംസാരിക്കാൻ പാടില്ല, എംപ്ലോയീസ് തമ്മിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വെക്കുന്ന ക്ലയന്റുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇതൊരു ആക്ച്വലി കൺസൾട്ടിങ്ങിൽ വലിയൊരു പ്രശ്നം. മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ഒന്നുമല്ല. നമ്മൾ അവിടെ ശരിക്കും ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെന്റിലൂടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി, പെർഫോമൻസ് നമ്മൾ കമ്മിറ്റ് ചെയ്തായിരിക്കും. ചിലപ്പോൾ 1 വർഷം 16 മാസമൊക്കെ കൂടെ നിന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലേറ്റവും വലിയ തടസ്സം ഇതിന്റെ സ്റ്റാർട്ടിങ് ഫൗണ്ടർ ആകുമ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി പലപ്പോഴും കൺസൾട്ടിങ്ങിൽ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത് അവരെ മെല്ലെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് മെല്ലെ 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 കൈകാര്യം ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ ട്രാക്കിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസിനെ നമ്മൾ പരമാവധി സ്ഥാപനത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ കൊടുക്കുക ചെയ്യാം.